ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് വില്ലകൾ നിർമ്മിച്ച് നൽകാമെന്നും അത് വാടകയ്ക്ക് നൽകി മാസവരുമാനം നൽകാമെന്നും വാഗ്ദാനം നൽകിയാണ് തട്ടിപ്പ് നടത്തിയത്. നിരവധി പേർ തട്ടിപ്പിനിരയായതും പോലീസ് കേസെടുത്തതും മീഡിയ വൺ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2008 തിരുവനന്തപുരം റീജൻസി ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ വില്ല വാങ്ങാൻ കരാറിലേർപ്പെട്ട തിരുവനന്തപുരം അണ്ടൂർകുളം സ്വദേശി കൈലാസ് ആണ് പുതുതായി പരാതിയുമായി രംഗത്തെത്തിയത്. ബാങ്ക് ലോണും ഭാര്യയുടെ സ്വർണം പണയം വെച്ച തുകയും ചേർത്ത് 35 ലക്ഷം രൂപയാണ് ശാന്തിപുരം ബിൽഡേഴ്സിന് ഇയാൾ നൽകിയത്. പദ്ധതി വഴിയിലായതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കൈലാസ്. ഇതിനുള്ള എമൗണ്ട് ലോൺ കൂടാതെ ബാക്കിയുള്ള എമൗണ്ട് വൈഫിൻ്റെ സ്വർണവും ബാക്കിയും പണയം വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ആ പണയ പലിശ ഇപ്പോൾ അടയ്ക്കാനും പറ്റുന്നില്ല, ബാങ്കിൻ്റെ ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല. ഇവർ 25,000 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ബാക്കി പണി വില്ലയുടെ പണി വളരെ മോശവും അവിടെ നടക്കുന്നത് അനധികൃതമായിട്ടുള്ള ഇതാണ്. അതേ ആർക്കിയോളജിയുടെ തടസ്സങ്ങൾ ശരിക്കും ഉണ്ടായിട്ടും പുള്ളികൾ അവിടെ ഇഷ്ടംപോലെ വീടുകൾ ഉണ്ടാക്കുകയും ആർക്കിയോളജിയിൽ നിന്ന് എനിക്ക് പേപ്പർ വരികയും ചെയ്തു. അനധികൃതമായിട്ടാണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് കിട്ടിയോണ്ട് കാര്യമില്ല. അത് അനധികൃതമായ സ്ഥലത്താണ് ബിൽഡിംഗ് വെച്ചേക്കുന്നത്. തട്ടിപ്പിനെതിരെ കൈലാസ് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ശാന്തിപുരം ബിൽഡേഴ്സിനെതിരെ 45 പേർ ചേർന്ന് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുമുണ്ട്. ബിൽഡേഴ്സ് ചെയർമാൻ ശാന്തിപുരം രാധാകൃഷ്ണനെതിരെ ഗുരുവായൂർ സ്റ്റേഷനിൽ വാറണ്ടുണ്ടെങ്കിലും ആളെ കാണാനില്ലെന്നാണ് പോലീസ് പറയുന്നത്. ചില പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ സഹായിക്കുന്നതായും പരാതിക്കാർ ആരോപിക്കുന്നു. മീഡിയ വൺ, തിരുവനന്തപുരം.